നമസ്കാരം, ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളി ജെറിനാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി ഏതാണെന്ന്? ഗംഗാവലി നദി മനസ്സിലായില്ലല്ലേ? കുറച്ചും കൂടി ദൂരത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാൻ പറ്റും. ഒരുപാട് ദിവസങ്ങളിൽ വാർത്തകളിൽ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു. ഇപ്പം ആളൊഴിഞ്ഞൊരു ഉത്സവപ്പറമ്പ് പോലെ കിടക്കുകയാണ്. ഇവിടെ എവിടെയോ മലയാളികൾ എല്ലാവരും തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ച അർജുൻ കിടപ്പുണ്ട്. അർജുൻ ഉറങ്ങുന്ന മണ്ണ് എന്ന് പറയേണ്ടതായിട്ട് തന്നെ വരും. ഒരുപാട് സങ്കടത്തോടുകൂടിയാണ് അത് പറയുന്നത്. കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്തെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും, രക്ഷപ്പെടും എന്നുള്ളത് ആഗ്രഹിച്ചു. കൂട്ടത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു വലിയൊരു കുടുംബം കാത്തിരിപ്പുണ്ട്. കാരണം ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് നമ്മളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അത് മൃതശരീരം ഒന്ന് കണ്ട് കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും അല്പം എന്താ പറയുക, ആ ഒരു ആൾ മരണപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ഉത്ബോധ മനസ്സിനെയും കൂടി ഒന്ന് വിശ്വസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നീട് നോർമൽ ജീവിതത്തിലൂടെ നമ്മൾ പലരും തിരിച്ചു പോകണം. അതിന് പകരം മറ്റേ ഏതൊരു സിനിമയിൽ ദൃശ്യത്തിലൊക്കെ പറയുന്ന പോലെ ഓരോ ഫോൺ വിളികളും അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന കോളിംഗ് ബെല്ലോ കാര്യങ്ങൾ വരുമ്പോൾ തിരിച്ചു വന്നതാണോ എന്താണെന്ന് അറിയാത്ത ഒരു വേദന ഉണ്ടല്ലോ. ആ വേദന ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ ഗോവ വഴി മുംബൈയിലോട്ട് യാത്ര ചെയ്യണം. അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അപകടത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൂടെ വരുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇറങ്ങി നോക്കിയ സ്ഥലം കാണാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ നോക്കും, ഭയങ്കര ഭയാനകമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇപ്പോഴും അത്ര വലിയ കല്ലും മണ്ണും കാര്യങ്ങളും വന്നിട്ട് രക്ഷപ്പെടുത്താൻ എന്താ പറയുക, റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ എന്താ പറയുക, ഒഴുകിയപ്പോൾ നദിയുടെ കളർ കണ്ടില്ല ഇപ്പോഴും. മറ്റേ വെള്ളം അടിച്ച് ഭയങ്കരമായിട്ട് കലങ്ങി മറിഞ്ഞ് കിടക്കും. ഒരു സാധനം കാണാൻ മേല. അവിടെയുള്ള ആൾക്കാരും പറഞ്ഞു ലോറിയുടെ ഒരു സാധനം വേറൊന്നും കിട്ടിയില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കുറ്റപ്പെടുത്തുമല്ല, എന്നാലും ഒരു ഇതുകൊണ്ട് ചോദിക്കുക, നമുക്ക് ബഹിരാകാശത്തിരിക്കുന്ന സാമാനം കണ്ടുപിടിക്കാനും മറ്റേ ടൈറ്റാനിക്ക് മുങ്ങിപ്പോയിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് മറ്റേ ഇതിൽ കൊണ്ട് കാണിക്കാനും ഒക്കെ മറൈനും പരിപാടികളൊക്കെ ഉണ്ടായിട്ടും ഒരു 10-30 അടി താഴെ കിടക്കുന്ന ഒരു വണ്ടിയോ അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെട്ടു പോയ ആളല്ല, അവിടെ ജീവൻ പൊലിഞ്ഞ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ വേറൊന്നുമില്ല. ഇപ്പോൾ CCTV കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് അവിടെ വീഡിയോ എടുക്കാനൊന്നുമില്ല. ഞാനിപ്പോൾ ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ട് ഒരാൾ എന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി പിടിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സേഫായിട്ട് എൻ്റെ മൊബൈൽ അവിടെ വെച്ചിട്ട് സംസാരിക്കും. അതൊരു കുറ്റമായിട്ട് പറയണ്ട. അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നുകയാണ്. കാരണം അർജുൻ്റെ കുടുംബത്തെ പറ്റിയാണ് എന്നെ ആലോചിക്കുന്നത്. കാരണം അവർക്കൊന്ന് നമുക്കൊക്കെ എന്താ പറയുക, മറ്റേ വാർത്താ ചാനലുകാരെ കണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോയി അടുത്ത സ്ഥലത്തോടെ ഇപ്പോൾ തന്നെ അമ്മയുടെ പുറകെ നടക്കുമല്ലേ. അമ്മയുടെ പുറകെ ഉദ്ദേശം മറ്റേ നമ്മുടെ സിനിമാക്കാരുടെ അമ്മയുടെ ആട്ടോ ഉദ്ദേശം, അല്ലാതെ ആരുടെ അമ്മയ്ക്ക് വിളിച്ചല്ല. അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിലോട്ട് പോകുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം അർജുൻ ഒരു സമയത്ത് അവരുടെ അന്നമായിരുന്നു. ഇപ്പം അന്നം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ അർജുൻ്റെ കുടുംബത്തിന് അർജുനായിരുന്നു അന്നം എന്നോർക്കണം. ആ ഒരു അന്നം നിന്ന് പോയ ആൾ പോയ വഴി എന്താണെന്നോ അല്ലേ, ഒന്ന് ആ വീട്ടുകാർക്ക് എന്താ മരിച്ചുപോയി എന്ന് അവരുടെ മനസ്സിന് പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇത് കേൾക്കുന്ന ഒരു വീട്ടുകാരൊന്നും വിചാരിക്കരുത് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഉള്ള അവസ്ഥയോട് മനസ്സിലാക്കണം, പൊരുത്തപ്പെടണം എന്നുള്ള ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ യുക്തിയിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ അറിയത്തില്ല. ഞാനീ പറയുമ്പോൾ ആൾക്കാരെ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിതൊരു എന്താ പറയുക, ആ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആ പാലത്തിൽ നിന്നൊക്കെ ഞാനൊരു വീഡിയോ എടുത്തത്. എല്ലാവർക്കും ഒന്ന് ദൂരെ ഒന്ന് കാണാൻ പറ്റും ആ സ്ഥലം, അതിൻ്റെ ഒരു എത്രത്തോളം ഭയാനകമായിരുന്നു ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവും സമയവും. കാരണം നമ്മൾ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് ഇതിനെ, എന്താ പറയുക, അങ്ങനെ രക്ഷിക്കണം ഇങ്ങനെ രക്ഷിക്കണം അങ്ങനെ ചാടി ഇങ്ങനെയാണ്. അവിടെ ഈ ഒരു അവസ്ഥയിൽ തന്നെ പോയിട്ടൊരു കല്ല് മാറ്റിയിടാൻ പറ്റത്തില്ല. അത്രയും വലിയ ഇതായിട്ടിരിക്കുന്ന ആ ഒഴുകുന്ന പുഴയുടെ നടുക്ക് തന്നെ മണ്ണടിഞ്ഞു കൂടിയിട്ട് എന്തുമാത്രം പൊക്കത്തിലാണ് മണ്ണിരിക്കുന്നറിയും. ഒന്നും നടന്നില്ല. ഇപ്പോഴും ഈ വഴിയിൽ യാത്ര ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ പേടിയാണ്. സാധാരണ ഞാൻ ഈ ഗോവയിലോട്ടല്ല മുംബൈയിലോട്ടൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ വണ്ടിയിലാണ് പോകാറ്. ഞാൻ കഴിവതും രാത്രിയിലെ പണി. ആദ്യമായിട്ട് ഞാൻ ഇത്രയും വെളിച്ചത്ത് ഈ റോട്ടിൽ കൂടെ വരുന്നത്. കാരണം എപ്പോഴാണ് ആ സൈഡിലുള്ള മലകളുടെയൊക്കെ ഒരു ഇത് കാണുന്നത്, എന്താ പറയുക, ഏത് നിമിഷം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തെ റോഡിലോട്ട് വീഴുന്ന പോലെ പലയിടത്തും ഇപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ഈ വഴി യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, ഇത് ഗോവ വഴി കയറിയിട്ട് മുംബൈ പോകുന്ന റൂട്ടാണ്. എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതായത് പാവം അർജുൻ്റെ കുടുംബത്തിനും പോയി.
പറയാനില്ല. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് വണ്ടിക്കാരന് വണ്ടിയുടെ പാർട്സ് കിട്ടുന്നതെന്ന് കാര്യം അതിനകത്തും ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ശരിയാണ്, അവനും വണ്ടിയുടെ പാർട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവന് ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. വണ്ടി മുതലാളി എന്ന് പറഞ്ഞാലും അവനും ഒരു തൊഴിലാളി, അല്ലെങ്കിൽ അവനും ജീവിക്കണ്ടേ അല്ലേ? ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല ഇതിൽ. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്നാലും വേണ്ടപ്പെട്ടവർ ഒരു നോക്ക് കാണാൻ പറ്റാതില്ല, അവർക്കൊരു നോക്ക് നമ്മുടെ മൃതശരീരം കാണാതെ പോകാൻ പറ്റാന്ന് പറയുന്ന ഒരു ഒരിക്കലും സഹിക്കാനും താങ്ങാനും പറ്റാത്തത്ര ഉള്ളൊരു വിഷമമാണ്. എന്തായാലും എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഞാൻ നിർത്തുകയാണ് ഈ വീഡിയോ.